ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ സമയമായതുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒരു സീരിയസ് ആയ വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ത്രീകൾക്ക് ജോലിയില്ലെങ്കിൽ ഇനി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ഒരു കരിയർ ഗ്യാപ്പുള്ള സ്ത്രീക്ക് ജോലി കിട്ടാൻ ഇത്ര പ്രയാസമാണോ? ഇത് റീസെൻ്റായി നടന്ന ഷൈനി സൂസൈഡ് കേസ് നമ്മളെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. കുട്ടികളെയും കൊണ്ട് ആ സ്ത്രീ ജീവിതം അവസാനിപ്പിക്കണമെങ്കിൽ എത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകും? ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കേരള പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിൽ 5200 സ്ത്രീകൾ സൂസൈഡ് ചെയ്തു. NCRB റിപ്പോർട്ട് പ്രകാരം ഇതിൽ 36% ഫാമിലി ഇഷ്യൂ, ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ നേരിട്ടവരാണ്. ഇതോടൊപ്പം ഡൊമസ്റ്റിക് വയലൻസ്, ഡോറിയുടെ പേര് നടത്തുന്ന പീഡനങ്ങൾ, അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് പല സ്ത്രീകളും 4 ചുമരുകൾക്കുള്ളിൽ സഹിച്ചു കൂട്ടുന്നത്. പക്ഷേ എന്തിന്? നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ, സ്വന്തമായി സമ്പാദ്യം ഉണ്ടെങ്കിൽ ഇത് സഹിക്കേണ്ട ആവശ്യമുണ്ടോ? അബ്യൂസ്, ട്രോമ ബോണ്ടിങ് എന്നത് ഒരു തരത്തിലും സ്നേഹത്തിന്റെ ഭാഷയല്ല. അത് നിങ്ങൾ സ്നേഹിച്ചത് കൊണ്ട് ഒരിക്കലും മാറ്റിയെടുക്കാനും കഴിയില്ല. പല ചിരിച്ച മുഖങ്ങളുടെയും ഉള്ളിൽ പറയാൻ കടൽ പോലെ പ്രയാസങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ മനസ്സിലുമില്ലേ? ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും മനസ്സിലുണ്ടാവും. എന്നാൽ മാസാമാസം ഒരു 30,000 രൂപ കിട്ടിയാൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ മാറില്ലേ? നിങ്ങൾക്ക് കിട്ടേണ്ട റെസ്പെക്റ്റ് കിട്ടില്ലേ? നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? കാശ് കൊണ്ട് ഒന്നും ആവില്ല നമ്മൾ ചിന്തിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. കാശുണ്ടെങ്കിൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറും. ചെറുപ്പം മുതലേ അച്ഛൻ്റെയും ചേട്ടൻ്റെയും തണലിൽ, പിന്നെ ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കാൻ ശീലിച്ച സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറുതോ വലുതോ എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ജോലി നേടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം. കാരണം ചുറ്റുമുള്ള ലോകം ഒന്ന് അസ്തമിച്ചാൽ തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. അടിച്ചമർത്തുന്നവർക്ക് മറുപടിയായി കയ്യിൽ 10 പൈസ ഉണ്ടായിരിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാനും വാങ്ങാനും, നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാനും, മാതാപിതാക്കളെ നോക്കാനും പറ്റുന്ന രീതിയിൽ സമ്പാദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇനി നമുക്ക് മറുവശം നോക്കാം. നല്ല സ്നേഹമുള്ളൊരു വീട്ടിൽ ചെന്ന് കയറി വളരെ നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അവർക്കൊരു ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, സാമ്പത്തിക പ്രശ്നങ്ങളില്ല, ആവശ്യമൊന്നുമില്ലായിരിക്കാം. എന്നാൽ എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു പോയി, വീട്ടിലെ മറ്റംഗങ്ങളെ നിങ്ങൾക്ക് നോക്കേണ്ടി വന്നാലോ? ആ അവസ്ഥയിൽ ജോലിയുള്ള ഒരാൾക്ക് കാലിടറില്ല. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഒന്ന് അടിച്ചു പൊളിക്കണം, കുറെ ട്രിപ്പ് പോകണം, ഒരു വീട് വാങ്ങണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ നേടാനും ജോലി ആവശ്യമല്ലേ? നിങ്ങളുടെ ചുറ്റും കഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവർക്കൊരു സഹായം, അല്ലെങ്കിൽ ഈ വീഡിയോ എങ്കിലും അവർക്ക് അയച്ചു കൊടുക്കണം. കാരണം ചിന്തിക്കുന്ന പോലെ അത്ര പ്രയാസമൊന്നും അല്ല ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ. ഒന്നെന്ന് തുടങ്ങി ഉയരങ്ങൾ കീഴടക്കിയ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അതൊക്കെ സാധ്യമാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരാൾ ആ സമയത്ത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഒരു 90% സ്ത്രീകളും കഴിവും ക്വാളിഫിക്കേഷനും ഉള്ളവരാണ്. പക്ഷേ കല്യാണം, കുട്ടികൾ, കരിയർ ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരാൻ പലർക്കും മടിയാണ്. എന്നാൽ സത്യാവസ്ഥ ഇതാണ്. നല്ല കമ്പനീസ് ഒന്നും കരിയർ ഗ്യാപ്പ് അല്ല നോക്കുന്നത്. നിങ്ങളുടെ സ്കിൽസാണ് അവർ വിലയിരുത്തുന്നത്. ജോലി നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് അപ്സ്കില്ലിംഗ് കോഴ്സസ് ഇന്നുണ്ട്. എൻട്രിയിൽ തന്നെ എത്ര ഓൺലൈൻ കോഴ്സുകളാണ് എല്ലാ മേഖലകളിലുമായി ഉള്ളത്. എൻട്രിയിലെ ആക്റ്റീവ് യൂസേഴ്സിൽ 65% സ്ത്രീകളാണ്. ജോലി നേടിയവർ നിരവധിയാണ്. കേരള ലിറ്ററസി റേറ്റ് 96.2% ആണ്, ഇന്ത്യയിലെ ഹയസ്റ്റ്. പക്ഷേ ആക്റ്റീവ് വർക്ക് ഫോഴ്സിൽ വുമൺ ജസ്റ്റ് 41.7% മാത്രം. ഇതിനൊരു മാറ്റം കൊണ്ടുവരണ്ടേ? ഇനി പറയുന്നത് ജോലി സാധ്യതകളെക്കുറിച്ച് ഒട്ടും അറിയാത്ത, എന്ത് ചെയ്യുമെന്ന ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെ സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഹോസ്പിറ്റൽസ്, ക്ലിനിക്, മെഡിക്കൽ സെന്റേഴ്സ്, ഇവിടെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ, പേഷ്യന്റ് കെയർ കോർഡിനേഷൻ, ബില്ലിംഗ് എന്നിവയ്ക്കായി നല്ല സ്കിൽഡ് ആളുകളെ ആവശ്യമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഒരു വാസ്റ്റ് ഫീൽഡാണ്. നിങ്ങൾക്ക് 0 എക്സ്പീരിയൻസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ലോകം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പുതിയ ജോലികൾ വന്നുകൊണ്ടേയിരിക്കും. ലിങ്ക്ഡിൻ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ റിക്രൂട്ടേഴ്സിൽ 70% ഇപ്പോൾ ഡിഗ്രി ഇല്ലെങ്കിൽ പോലും സ്കിൽസ് മാത്രം നോക്കി ഹയറിംഗ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജോലി എന്നത് സാധ്യമാണ്. ഇനി അതിനായി ഒരു വഴി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ്. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും കഴിയില്ല. കുറച്ച് മാസങ്ങൾ പഠിച്ചാൽ മതി, പിന്നെ ജോബ്സിന് അപ്ലൈ ചെയ്യാം, ഇൻകം ഉണ്ടാക്കാൻ കഴിയും, കോൺഫിഡൻസ് ഉണ്ടാകും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാൻ പോകുന്ന കുറച്ച് എക്സ്ക്യൂസസും അതിനുള്ള മറുപടിയും ഞാൻ പറയാം. ആദ്യത്തെ എക്സ്ക്യൂസ്, എനിക്കിതിനൊന്നും സമയമില്ല, ഞാൻ ബിസിയാണ് എന്നല്ലേ? സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ എന്തിന്? എൻ്റെ ഈ വീഡിയോ ഇരുന്ന് കാണാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അപ്സ്കിൽ ചെയ്യാനും നിങ്ങൾക്ക് സമയമുണ്ട്. അതെ, ദിവസം വെറും 1-2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി.
ഞാൻ ഫീൽഡ് ഔട്ടായി അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പുള്ള ആളാണ് എന്നതാണ് നിങ്ങളുടെ അടുത്ത എക്സ്ക്യൂസ് എങ്കിൽ അറിഞ്ഞോ, കമ്പനീസ് ഇപ്പോൾ 40s 50s വരെ ഹയറിംഗ് നടത്തുന്നുണ്ട്. ലൈഫ് എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് വാല്യുബിൾ ആണ്. പിന്നെ നിങ്ങൾ മനസ്സിൽ പറയുന്ന അടുത്ത എക്സ്ക്യൂസ്, ഞാൻ ഫെയിൽ ആകുമോ? ആയിക്കോട്ടെ, വീണ്ടും ശ്രമിക്കാലോ. ശ്രമിച്ച് വിജയത്തിലെത്തുള്ളൂ. ശ്രമത്തിനൊടുവിൽ വിജയം അത് ഉറപ്പാണ്. ഇന്ന് നിങ്ങൾ ഒരു ഉറച്ച തീരുമാനം എടുക്കണം. ഹസ്ബൻഡിന് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല, സൊസൈറ്റിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ചെറിയ സ്റ്റെപ്പുകളിൽ തുടങ്ങുക. പ്രശ്നങ്ങൾ വരുമ്പോൾ നോക്കാമെന്നോർത്തിരിക്കരുത്. കേട്ടിട്ടില്ലേ, ഡോണ്ട് വെയിറ്റ് ഫോർ ദ സ്റ്റോം ടു ബിൽഡ് എ ഷെൽട്ടർ. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളെ നേരിടാൻ ഇന്നേ തയ്യാറെടുക്കാം. ബി എ സ്ട്രോങ് വുമൺ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.